സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലോട്ട് ഞാൻ 2 പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് മീൽസ് അല്ലെങ്കിൽ ഊണ് എവിടെ കിട്ടുമെന്ന് അറിയാനായിട്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തു. ആ സജഷനിൽ നിന്ന് വന്ന 2 ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് അതിന്റെ ഫുൾ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ഷോപ്പ് ഞാൻ വിസിറ്റ് ചെയ്തു. വന്നത് മദേഴ്സ് വെജ് പ്ലാസയും പിന്നെ രാജ തട്ടുകട വെമ്പായം. നോക്കൂ, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ ഈ പറയുന്നത്. ഇത് സങ്കല്പിക്കുമ്പോഴോ ജീവിച്ചിരുന്നവരുമായോ മരിക്കുന്നവരുമായോ മരിച്ചവരുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. എനിവേ നോക്കൂ, ഞാൻ ആദ്യം വിസിറ്റ് ചെയ്തത് രാജയിലാണ്, വെമ്പായം രാജയിലാണ്. ഒടുക്കത്തെ തിരക്കാണ്, ഭയങ്കര ഭീടാണ്. ആൾക്കാർ മൊത്തത്തിൽ തെക്കി നിറഞ്ഞ് ഇങ്ങനെ കസേരയുടെ സൈഡിലൊക്കെ നിന്ന് ഒരാൾ കഴിച്ചിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇരുന്നാലേ അവിടെ നിന്ന് കിട്ടുള്ളൂ. ഇനി ഈ 2 ഷോപ്പുകളും വെച്ച് ഞാൻ കമ്പയർ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, 2 വ്യത്യസ്ത രീതിയിലാണ്. ഒന്നിൽ ഊണ്, നമുക്ക് രാജയിൽ പോകുമ്പോൾ അത് ഊണാണെന്ന് പറയാം. പക്ഷെ നമ്മൾ മദേഴ്സ് വെജ് പ്ലാസ അതായത് സദ്യയാണ് ആക്ച്വലി. മറ്റേത് നമുക്ക് ഊണെന്ന് പറയാം. അപ്പോൾ ഈ രാജയിൽ പോകുമ്പോഴെന്ന് വെച്ചാൽ രാജ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഒരുപാട് വ്ളോഗേഴ്സും വലിയ വലിയ ആൾക്കാർ ഉൾപ്പെടെ. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു സീരിയൽ ആൻഡ് സിനിമ ആക്ട്രസ് അവരുടെ ഹസ്ബൻഡും അവിടെ നിൽക്കുന്നുണ്ട്, ക്യൂ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ശൈലിയുണ്ട്. ഈ പൈസ നമ്മൾ കഴിച്ചിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇപ്പോൾ 1050 ആണെങ്കിൽ അവർ 1500 എന്നൊക്കെ അങ്ങനത്തെ ഒരു ശൈലിയിലാണ് അവരുടെ ബില്ല് പറയുന്നത് തന്നെ. സോ തിരക്ക് ഇതിലേക്ക് ഭയങ്കര തിരക്കാണ്, നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ചേർന്ന് നിൽക്കണം. ഒരാൾ കഴിക്കുമ്പോഴത്തേക്കും അയാളുടെ അടുത്ത് നമ്മൾ വന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അയാൾ എണീറ്റ് പോകുന്ന സമയത്ത് നമുക്ക് ആ സീറ്റ് കിട്ടിയില്ലെങ്കിൽ തൊട്ടടുത്ത ആൾ വേറെ വന്നിരിക്കും. അമ്മാതിരി തിരക്കാണ്. ചെറിയൊരു ഷോപ്പാണ്, ഒരു റോഡ് സൈഡിലെ ചെറിയ ഷോപ്പാണ്, പാർക്കിംഗ് ഒന്നുമില്ല. പക്ഷെ അവിടെ അതിന്റെ ആവശ്യമില്ല, ഇത് അറിഞ്ഞ് ഫേമസ് വന്നതാണ്. ഇനി ഇവർ ഫേമസ് ആക്ച്വലി ഫിഷ് ഐറ്റംസിനാണ്. ഫിഷ് ആണ് അവിടുത്തെ മെയിൻ ഐറ്റംസ്. അവർ ഫിഷിന്റെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. തലക്കറി ഭയങ്കര ഫേമസ് ആണ് അവിടെ. കിങ് ഫിഷ് ഇതെല്ലാം അവർ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ ചോറ് ഊണ് കഴിയുമ്പോൾ തന്നെ അവർ കൊണ്ടുതരും. കൊണ്ടുതന്നിട്ട് നിങ്ങൾക്ക് മീൻ വേണോ, ഇന്ന സാധനങ്ങൾ വേണോ എന്ന് ചോദിക്കും. സർവീസ് വൈസ് ഇറ്റ് വാസ് ഗുഡ്, ഞാനത് പറയും. കാരണം നല്ല തിരക്കൊണ്ടായിട്ട് പോലും അവർ എല്ലാ സാധനങ്ങളും കൊണ്ടുതരും. മീൻ കറി വേണമെങ്കിൽ കൊണ്ട് മീനിൻ്റെ ചാറ് കൊണ്ട് ഒഴിച്ചു തരും. പിന്നെ നമുക്ക് ഊണ് വേണം, ഊണിൽ ചോറ് പിന്നെ വേണമെങ്കിൽ അവർ വീണ്ടും വന്ന് ചോദിക്കും. നമ്മൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഇത്ര തിരക്കുണ്ടായപ്പോഴും അവിടെ അവർ കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്ന രീതി നല്ലതാണ്. ഇപ്പം ഞാൻ ചെന്നപ്പോൾ തന്നെ അവർ നോക്കി, ഓക്കെ ഇവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവർ അടുത്ത ആൾ എണീക്കുന്ന സമയത്ത് അവിടെ സീറ്റിൽ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളവിടെ കൊണ്ടുപോയി ഇരുത്തി തരും. അപ്പോൾ അത് തിരക്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് വേണമെങ്കിൽ അവർക്ക് ഇഗ്നോർ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇടേ എന്നുള്ള മൈൻഡ് ആയിരിക്കും. പക്ഷേ തിരക്ക് നിൽക്കുന്നുണ്ട് ആൾക്കാർ, എന്നാലും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ഒരു നോട്ടമുണ്ട്. വളരെ ചെറിയൊരു കട, ചെറിയൊരു ചുറ്റുപാട്, ഭയങ്കര ചൂടാണ് അതിനകത്ത്. ഫാനെ കൊണ്ടതിന് വർക്ക് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും തിരക്കുണ്ട്. അപ്പം നമ്മൾ ആ ഇരുന്ന് കഴിക്കുക എന്നുള്ളൊരു ടോർച്ചറാണ് അവിടെ. അത്രയും തിരക്കും അത്രയും ചൂടും ഉണ്ട്. പക്ഷെ അത് ഓത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ ഫിഷ് കഴിക്കുന്ന അല്ലെങ്കിൽ നോൺ വെജ് മീൽ കഴിക്കാൻ അല്ലെങ്കിൽ നോൺ വെജ് ഊണ് കഴിക്കാൻ പോകുന്ന ഒരാൾക്കാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. അല്ലാത്ത പക്ഷം എനിക്ക് അവരുടെ ഒരു കറികളും ഇഷ്ടപ്പെട്ടില്ല. പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. എനിക്ക് അവരുടെ അച്ചാർ ഉൾപ്പെടെ മാങ്ങാച്ചാർ ഉൾപ്പെടെ അവർ തന്ന യാതൊരു കറികളും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വളരെ ചുരുങ്ങിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഊണിന് വേണ്ടി തരുന്ന കുറച്ച് കറികൾ മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ ഞാൻ ഒരു കൊഞ്ച് ഓർഡർ ചെയ്തു, അത് കൊള്ളായിരുന്നു. നല്ല കൊഞ്ച് ഫ്രൈ ആയിരുന്നു. പീസ് നല്ല വലിപ്പമുള്ള കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പീസുകളേ ഉള്ളൂ. എങ്കിൽ പോലും അത് നല്ലതായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ നല്ലതെന്ന് പറയുന്നത് അവരുടെ സ്പെഷ്യൽ ഐറ്റം അതൊന്നുമല്ല. അവർ ഫേമസ് അതിനല്ല. തലക്കറിക്കും അതുപോലുള്ള ഒരുപാട് ഫിഷ് ഐറ്റംസിന് അവർ ഫേമസ് ആണ്. പക്ഷേ ഞാനതൊന്നും കഴിച്ചില്ല. എനിക്ക് എന്താണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാഫൊക്കെ നോർമലാണ്. നമ്മൾ ഈ ക്യാപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ അങ്ങനെ അതൊന്നും നമുക്ക് അവിടെ നോക്കാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഒരു കടയല്ല. വൃത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹൈജീനൊക്കെ ആവറേജ് ഹൈജീൻ മാത്രമേ ഉള്ളൂ. നമുക്കിങ്ങനെ ഭയങ്കര ഹൈജീൻ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നമുക്ക് അവിടെ പോയി കഴിക്കാമെന്ന്. പക്ഷേ അത് ഡെയിലി അവിടെ ഊണ് കഴിക്കാൻ വേണ്ടി ആൾക്കാർ പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഭയങ്കര തിരക്കാണ്. ആ പരിസരത്തുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു അവരെ ആ ഷോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പോൾ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ ഒരിക്കലും അവിടെ ആ തിരക്കിൻ്റെ ഇടയിൽ ആ ചൂടത്ത് പോയിരുന്ന് കഴിക്കില്ല. വല്ലപ്പോഴും ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരു മീനിൻ്റെ വെറൈറ്റി പരീക്ഷിക്കാൻ വേണ്ടി നമുക്കൊരു ഊണ് കഴിക്കാൻ വേണ്ടി പോകാമെന്നുള്ളതല്ലാതെ നമുക്കൊരു ഡെയിലി എനിക്ക് കഴിക്കാൻ ഒരു ആഗ്രഹം ഞാൻ ആ പരിസരത്താണെങ്കിൽ പോലും മേ ബി ഞാൻ പോവില്ല. കാരണം എനിക്ക് അത്രയും തിരക്കും അതിൻ്റെ ഇടയിൽ ആ ചൂടും ആ ഒരു സിറ്റുവേഷനും ആ ഒരു എൻവറോൺമെൻറ്റ് ഒന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്കത് പറ്റില്ല. അതുകൊണ്ടാണ്. എന്നിരുന്നാലും അവരുടെ സർവീസ് വൈസും അവർ സെർവ് ചെയ്യുന്ന സാധനങ്ങളും ഒക്കെ നല്ലതാണ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ഊണായിട്ട് നമ്മളൊരു വെജ് ഊണായിട്ട് മാത്രം കഴിക്കുകയാണെങ്കിൽ എനിക്ക് അവരുടെ ഒരു കറികളും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് അവർ ഇത്ര ഹൈപ്പ് പോകുന്നതെന്ന് വെച്ചാൽ മേ ബി ഞാൻ പറഞ്ഞ മീനിന് അവരുടെ ഫേമസ് ആണ്. അവരുടെ മീനാണ് ഫ്രഷ് മീനാണെന്ന് തോന്നുന്നു. അവർ അതാണ് ഫേമസ്. അവർ പാത്രത്തിൽ കൊണ്ട് ഒരു കറി മീൻ അവിടെ കൊണ്ട് വെച്ച് ടേബിൾ വെക്കുകയാണ്. അതായത് ഒരു കിങ് ഫിഷിന്റെ പീസ് അവർ കൊണ്ട് വെക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ വേണം തിരിച്ച് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എനിക്കിത് വേണ്ട, എനിക്ക് ഫ്രൈ മതി, കൊഞ്ച് ഫ്രൈ മതി എന്ന് പറയുമ്പോൾ അവരത് കൊണ്ട് തന്നു. പിന്നെ വീണ്ടും ചാറ് വേണമെങ്കിൽ കൊണ്ട് തരും, ചോറ് വേണമെങ്കിൽ എത്രയും നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. നമുക്ക് വയറ് നിറയുന്നോളം അവരത് കൊണ്ട് തരും. കറികളും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവർ തരും. അപ്പം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒത്താണെന്ന് വെച്ചാൽ പക്ഷേ നന്നായി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഫുഡാണ് അവർ കഴിക്കാൻ. നമുക്ക് വയറ് നിറയെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. പിന്നെ ഒരു മീനിന്റെ തലേന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ വലുതാണ് കേട്ടോ. നമുക്ക് ചെറിയ ഡൂക്ലി സാധനമൊന്നുമല്ല അവർ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനിന്റെ പീസാണ് അവർ തരുന്നത്. ഈവൻ കൊഞ്ചാണെങ്കിൽ പോലും വലിയ പീസാണ്, ചെറിയ പീസൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ള പീസാണ് അവർ തരുന്നത്. റേറ്റ് വൈസ് ഞാൻ നോക്കുന്നത് ഒരു ഊണ് ഒരാൾ കഴിച്ചിറങ്ങുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു ഊണും ഒരു മീനും കൂടെ കഴിച്ചിറങ്ങുമ്പോൾ തന്നെ 250-300 രൂപയ്ക്കകത്ത് എന്തായാലും നമുക്ക് നന്നായിട്ട് കഴിക്കുന്നതാണെങ്കിൽ അതിന് പുറത്ത് പോകണമെങ്കിലേ ഉള്ളൂ. അവർ നല്ല റേറ്റ് ആവും. നമുക്കൊരു നോർമൽ രീതിയിൽ ഒരു ഊണ് മാത്രം ഉണ്ടെങ്കിൽ അവർ തരും. ഊണ് മാത്രമാണെങ്കിലും കഴിക്കാം. ഞാൻ എൻ്റെ റേറ്റ് ആക്ച്വലി നോക്കിയില്ല. എങ്കിലും ഒരു ആവറേജ് ഞാൻ പറഞ്ഞു ഒരു 100-150 താഴെ ഒക്കെ വരുള്ളൂ തോന്നുന്നു ഒരു ഊണ് മാത്രം കഴിക്കുകയാണെങ്കിൽ. പക്ഷേ അവിടെ ഊണ് മാത്രം കഴിക്കാനല്ല അവിടെ ആരും പോകുന്നത്. അവരൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഊണ് കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവരവിടെ മീൻ കൊണ്ട് വെക്കും. അപ്പം നമ്മൾ എടുത്തു പോകും, മനസ്സിലായ? അത് നമ്മൾ വേണ്ടെന്ന് പറയില്ല. അത് അവരുടെ അവിടെ അത് പ്രതീക്ഷിച്ചാണ് ആൾക്കാർ പോകുന്നത്. അതായത് ഊണിനേക്കാളും കൂടുതൽ അവരുടെ മീൻ വിഭവങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യയിൽ ആൾക്കാർ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ഷോപ്പ് വൈസ് ഞാൻ പറഞ്ഞില്ലേ, പാർക്കിംഗ് ഒന്നുമില്ല, പഴയ ഒരു ബിൽഡിംഗ് ആണ്.
പുതിയ മാറ്റങ്ങളൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. ബെഞ്ചിനകത്ത് നമ്മൾ ഇരുന്ന് കഴിക്കുക എന്നുള്ള സെറ്റപ്പ് അല്ലാണ്ട് അവിടെ പുതിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ചൂടുണ്ട്. കിച്ചൺ അതിനകത്ത് തന്നെയാണ്, നമുക്ക് കാണാനൊന്നും പറ്റില്ല. സ്റ്റാഫുകളൊക്കെ നമ്മൾ പറഞ്ഞു ഒരു തട്ടുകടയിൽ നമ്മൾ എങ്ങനെയാണോ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സിസ്റ്റമാണ് അവർക്കുള്ളത്. കാരണം രാജതട്ടുകട എന്നാണ് എൻ്റെ പേരും. അതിനപ്പുറത്തേക്ക് ഇത്ര വർഷങ്ങളായിട്ട് അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിലും അവരൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇതുവരെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതിന് മുന്നേയൊക്കെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരെ ഷോപ്പ് വിസിറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുന്നേ ഞാൻ വീഡിയോകൾ കണ്ട സമയത്തും അവർ ഇതേ സെറ്റപ്പ് തന്നെയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതിൽ തൃപ്തരായിരിക്കണം ജനങ്ങൾ, ആ നാട്ടിലെ ജനങ്ങളോ അല്ലെങ്കിൽ ഇത് കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ അതിൽ തൃപ്തരായിരിക്കൊണ്ടായിരിക്കണം അവർ വേറൊരു രീതിയിലോട്ട് അത് കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. മേ ബി അതങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോൾ ഈ കൊടുക്കുന്ന ആ ഒരു കൺസിസ്റ്റഡ് ആയ ഒരു ഫീലും അവരുടെ ആ ഒരു തനിമയും അല്ലെങ്കിൽ അവരുടെ ഒരു റിയാലിറ്റി, ഒരു റിയൽ തട്ടുകടയുടെ ഒരു ഫീൽ അങ്ങ് മാറും എന്നുള്ളത് കൊണ്ടായിരിക്കണം. പക്ഷെ അത് ഇമ്പ്രൂവ് ആക്കി പുതിയ രീതിയിലോട്ട് മാറ്റിയത് കൊണ്ട് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മാറ്റാനുള്ള ഒരു സെറ്റപ്പ് അവർക്ക് ഇപ്പോൾ ആയി കാണണം, അവരുടെ തിരക്കും അവരുടെ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഊണ് സ്പോട്ടല്ല അത്. ബട്ട് നല്ല മീൻ വിഭവങ്ങൾ കഴിക്കാൻ പറ്റിയ ഒരു ഊണ് സ്പോട്ടാണ്. മീൻ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം. പക്ഷെ നല്ലൊരു ഊണ് നിങ്ങൾക്ക് കഴിക്കണോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവിടെ പോയാൽ നിങ്ങൾ ഡിസപ്പോയിന്റ് ആവുമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നിങ്ങളൊരു വെജ് മാത്രം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോയിരിക്കണം നല്ലത്. നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ വേണ്ടി പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിക്കാം. നിങ്ങളുടെ ആ ഊണും മീനും അവരുടെ ഒരു ആംബിയൻസും അവരുടെ ഒരു ശൈലിയും അവരുടെ പൈസ വരുന്ന ശൈലിയൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ്, ഒരു പുതിയ അനുഭവമായിരിക്കും. ആ തരത്തിൽ ആ ഷോപ്പ് നല്ലതാണെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇനി മദേഴ്സ് വെജ് പ്ലാസ ഒടുക്കത്തെ തിരക്കാണ്. തിരക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഷോപ്പാണ്. അവർക്ക് മുകളിലും താഴെ വെക്കുക നിലകളുണ്ട്. നമ്മളൊരു 11 മണിക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ മേ ബി ഒരു ഊണ് കൊടുത്തു കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു 3 മണിയെങ്കിലും ആവും കഴിച്ചിറങ്ങി വരും. അത്രയും തിരക്ക്, അമ്മാതിരി തിരക്ക്. ഇവിടെ ചെറിയ ഷോപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ലിമിറ്റഡ് സ്പേസ് ഇവർക്കുള്ളൂ ഈ രാജയിൽ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ ഷോപ്പാണ്. പാർക്കിംഗ് സ്പേസ് തന്നെ പുറത്ത് വേറെ സെപ്പറേറ്റ് ഒരു പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് മാറി പിന്നെ കടയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കുറച്ച് പാർക്കിംഗ് ഇടാൻ പറ്റും, വണ്ടി ഇടാൻ പറ്റും. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ കൗണ്ടറിൽ നമ്മൾ ഊണിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ ബില്ല് അടിക്കണം. സദ്യയാണ്. സദ്യക്ക് നമ്മൾ ഇവിടെ മീൽസിന്റെ കൂപ്പൺ എടുക്കണം. അപ്പം 160 രൂപയാണെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരി 150 സംതിങ് 160 ഇൻ ബിറ്റ്വീൻ ആണ്. മീലല്ലാത്ത സാധനങ്ങൾ, ദോശയൊക്കെ ഉണ്ട്, ഒരു വെറൈറ്റി സാധനങ്ങൾ, അതിനൊക്കെ നമ്മൾ കൗണ്ടറിൽ എടുക്കണ്ട. നമ്മളിവിടെ പോയി ടേബിൾ ഇരുന്ന് അവിടെ വന്ന് മെനു തന്നിട്ട് നമുക്ക് ആ ഓർഡർ അവർ എടുത്തോളൂ. പക്ഷേ മീൽസിന് വേണ്ടിയിട്ട് നമ്മളത് എടുക്കണം. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. മീൽസിന് വേണ്ടി കൂപ്പൺ എടുക്കുക, നമ്മൾ നേരെ പോയി വെയിറ്റ് ചെയ്യുക. ഞാൻ ആ കൂപ്പൺ എടുത്തിട്ട് നേരെ ബാത്റൂമിലൊക്കെ പോയി വാഷ്റൂമെല്ലാം ചെക്ക് ചെയ്തു. വൃത്തിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത്ര തിരക്കൊട്ടായിട്ടും അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഗുഡ്. കാരണം ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കുന്നത് ഇത്രയും ആൾക്കാർ ഈ ഊണ് കഴിക്കാനായിട്ട് ഇവിടെ വരുന്നു എന്ന് പറയുമ്പോൾ, സദ്യ കഴിക്കാനായിട്ട് ഇവിടെ വരുന്നു പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം അവിടുത്തെ അവരുടെ പോപ്പുലാരിറ്റി. അപ്പം മദേഴ്സ് വെജ് പ്ലാസ എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് ഞാൻ ഈ ഊണിന്റെ ഫാനല്ല. എനിക്ക് ഈ ഊണിന്ന് കഴിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഊണോ മീൽസോ ഒക്കെ ആണെങ്കിലും ഞാൻ നോൺ വെജിന്റെ ആളാണ് പേഴ്സണലി. അതുകൊണ്ടായിരിക്കണം കഴിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ഓക്കെ നമ്മൾ ഇന്ന് വീട്ടിൽ ചോറല്ലേ കഴിക്കുന്നത് എന്ന് ചിന്തിക്കും. പക്ഷേ അങ്ങനെ അല്ലാന്ന് എനിക്ക് ഫസ്റ്റ് ടൈം തോന്നിയത് ഞാൻ ഇവരുടെ മീൽസ് കഴിഞ്ഞപ്പോഴാണ്, സദ്യ കഴിച്ചപ്പോഴാണ് എനിക്ക് നല്ലതായിട്ട് തോന്നി. കാരണം നല്ല ചോറാണെങ്കിൽ നല്ല കറക്റ്റ് വേവ്. അതുപോലെ രാജയിലെ ചോറിൻ്റെ അരിയുടെ വലിപ്പം കുറച്ച് വലുതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു പോയി. എനിക്ക് തോന്നിയതായിരിക്കണം. ഇവർ കുറച്ചുകൂടി ചെറിയ അരി പോലെയും തോന്നി. എനിക്കറിയില്ല ഡിഫറൻസ്. പക്ഷെ എങ്കിലും എനിക്ക് കുറച്ചുകൂടി ചോറാണെങ്കിലും കറികളാണെങ്കിലും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് മദേഴ്സ് വെജ് പ്ലാസയിലാണ്. നല്ല ഊണ്, നല്ല സദ്യ, നല്ല കറികൾ, നല്ല പായസം, 4 തരം പായസം തരുമേ. നമ്മൾ ഈ 160 രൂപയ്ക്ക് ഒരു കൂപ്പൺ എടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചോറ് കഴിക്കാം, ഇഷ്ടംപോലെ തൊടുകറികൾ എടുക്കാം, പായസം ചോദിച്ചാൽ തരും, പപ്പടം അണ്ടൂട്ടായിട്ട് എടുത്ത് കഴിക്കാം. അതായത് ഭയങ്കര പോത്താണ് ആ പൈസയ്ക്ക്, ഭയങ്കര പോത്ത്. ഇത്ര മണം കഴിയുമ്പോൾ വയറ് നിറയുന്നവരെ നമുക്ക് ആ സാധനം കഴിക്കാം. നോൺ വെജ് ഐറ്റംസ് ഇല്ല അവിടെ, വെജ് ആണല്ലോ ഓഫ് കോഴ്സ്. അപ്പം ഇനി ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ആ ടോയ്ലറ്റിൽ ഞാൻ കയറിയപ്പോൾ ടോയ്ലറ്റ് നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഇത്രയും തിരക്കൊണ്ടായിട്ട് അവർ നല്ലോണം മെയിൻ ചെയ്തിട്ടുണ്ട്. ഈവൻ അവരുടെ ടോയ്ലറ്റുകൾ പോലും പഴയതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അവരത് നല്ല ക്ലീനായി വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ കൈ കഴുകാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ടിഷ്യൂസ് കറക്റ്റായി പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, എൻ്റെ പേര് എനിക്കറിയില്ല, ആ ഒരു സാധനം വരെ അവർ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവൻ മുകളിലാണെങ്കിൽ പോലും സ്റ്റാഫുകളൊക്കെ ഇഷ്ടംപോലെ സ്റ്റാഫ് ഉണ്ട് കേട്ടോ, മാൻ പവർ ഇഷ്ടംപോലെ അവർ കണ്ടമാനമുണ്ട്. മുകളിലാണെങ്കിലും സെയിം പ്രോപ്പറായിട്ട് അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല അറേഞ്ച്മെന്റ്സ് ഉള്ള ഒരു വലിയ റെസ്റ്റോറൻ്റ് ആണ് ഈ മദേഴ്സ് വെജ് പ്ലാസ. ബട്ട് ഓർഗനൈസ്ഡ് അല്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം ഓർഗനൈസ്ഡ് അല്ല. 2 ഒക്കത്ത ചൂട്, ഫാനില്ല അതിനകത്ത്, AC ഉണ്ട്, AC ഓഫ്. ചൂടെന്ന് പറഞ്ഞാൽ നരകം. നമ്മൾ അതിനകത്തുനിന്ന് ഫുഡ് കഴിച്ച് ആ ടേസ്റ്റ് കാരണം നമ്മളിരുന്ന് കഴിച്ചു പോകും. പക്ഷെ അതിനകത്ത് നമ്മളിത് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ നരക തുല്യമാണ്. അമ്മാതിരി ഇരുന്ന് അവിഞ്ഞ് സത്യം പുഴുക്കും, അമ്മാതിരി ചൂട്. ഞാൻ എൻ്റെ ഓപ്പോസിറ്റ് 2 കപ്പിൾസ് ആണ് ഇരുന്നത്. ആക്ച്വലി 2 ആൻറ്റി ആൻഡ് അങ്കിളാണ് ഇരുന്നത്. അവർ പുറത്ത് നമ്മുടെ ഇവിടെ അല്ല, അവർ വേറെ സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. അവർ വന്നിട്ട് അവർ ആറന്മുള വള്ളസദ്യ കഴിച്ചിട്ടാണ് ഒരാഴ്ച മുന്നേ അവർ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തു. അപ്പോൾ അന്നേരം അവർ പറയുന്നുണ്ട് ഭയങ്കര ചൂട്. അവർ തന്നെ പറയുന്നു ഭയങ്കര ചൂട്. പിന്നെ ബോളിയും പായസമൊക്കെ നമ്മുടെ സാധനമാണോ, ട്രോണ്ടത്തെ സാധനമെന്നൊക്കെ അവരിങ്ങനെ എടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ എടുക്കുമ്പോൾ അവർ ഡിസ്കംഫർട്ട് എടുത്ത് പറയുന്നുണ്ട്, ഭയങ്കര നരകമാണ്, ഇതൊരു ടാസ്ക്കാണ് ഇവിടെ നിന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞൊരു നെഗറ്റീവ് ആയിപ്പോയി അവർക്ക് ആക്ച്വലി. പക്ഷേ അവർ മീൽസ് എൻജോയ് ചെയ്തു,
ഫുഡ് അവർക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായമാണ് അവർ പറഞ്ഞെങ്കിൽ പോലും ഞാൻ പറയുന്നതാണ്, അതിനകത്ത് ഈ ഒരു എ സി ഇട്ടായിട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എ സി ഇടാൻ പറ്റില്ലേ, അങ്ങനെ ഒരു ഇതുണ്ടോ? ഇത്രയും ആൾക്കാർ നിറഞ്ഞിരിക്കുന്നുണ്ട്, എ സി ഇട്ട് അത് വർക്ക് ചെയ്യില്ല, അത് കംപ്ലൈന്റ് ആയി പോകും. പക്ഷെ ഒരു സംവിധാനം അതിന് വെക്കണം, കാരണം ഭയങ്കര നമുക്ക് കഴിക്കാൻ പറ്റില്ല. നമുക്ക് റിലാക്സ് ആയിട്ടൊരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്ന് ആ സമ്മാനത്തോടെ ആഹാരം കഴിക്കണ്ടേ? അത് പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മളത് ഫുള്ളി എൻജോയ് ചെയ്യാൻ വിട്ടുപോകും. നമുക്കത് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റില്ല. അവിടെ ചെന്ന് അതാണ് അവസ്ഥ. എനിക്കത് പറ്റിയില്ല. ഞാൻ ഒന്നതേ എനിക്ക് ഈ ചോറ് ഊണ് ഞാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. പക്ഷെ ഇതിന്റെ ഒരു ഭംഗി ഇവർ കൊണ്ടുവച്ച സാധനങ്ങളും എല്ലാ കറികളും, എനിക്ക് എല്ലാ കറികളുടെ പേരറിയില്ല, എല്ലാ കറികളും ഒക്കെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനിത് കഴിച്ചു. പക്ഷേ ഈ ചൂട് കാരണം ആക്ച്വലി വിയർത്ത് ഊപ്പാട് വന്നുപോയി. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ടേബിൾ സെറ്റ് ചെയ്ത്, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ടേബിൾ വൈസ് സെറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഒരു ഓർഗനൈസ് ചെയ്ത് സ്റ്റാഫുകളായിട്ടിട്ട് ഇത്ര ഒരു 4 ടേബിളിൽ അല്ലെങ്കിൽ 5 ടേബിളിൽ ഓരോ ടീമുകളായിട്ട് അല്ലെങ്കിൽ ഓരോ സ്റ്റാഫിനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടന്നു തന്നെ. ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇവർ ചോറ് കൊണ്ട് കൂട്ടുകൾ വെക്കും, ചോറുണ്ടിടും, പിന്നെ കുറച്ച് നേരം പരിപ്പിന് ആളില്ല, നമ്മൾ വിളിക്കുന്നു, അപ്പോൾ ആ പരിപ്പ് കൊണ്ടുവരും. അപ്പോൾ വീണ്ടും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അടുത്ത സാധനത്തിന് അല്ലെങ്കിൽ സാമ്പാറിന് ആളില്ല, പിന്നെ നമ്മൾ വിളിക്കുന്നു. അതായത് ഓർഗനൈസ് അല്ല, അവർ നോക്കുന്നില്ല. അവരിങ്ങനെ വരുന്നു, ഒരാൾക്ക് ടേബിളിൽ വെള്ളം വെച്ചില്ല, കപ്പില്ല, അത് വെക്കാൻ മറന്നുപോയി, പിന്നെ വീണ്ടും നമ്മൾ വിളിക്കും, ആഹാരം കഴിച്ചപ്പോഴാണ് വരുന്നത്. അപ്പം അവർ കുറച്ചുകൂടി ഒരു ഓർഗനൈസ്ഡ് ആയിരുന്നെങ്കിൽ പക്കായിരുന്നു. എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് ഞാൻ പറഞ്ഞതാണ്. ബാക്കി ബാക്കി എല്ലാം ഓക്കെയാണ്. നമ്മൾ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന പൈസയ്ക്ക് നമുക്ക് കഴിക്കാം. അവർ വീണ്ടും കൊണ്ട് തന്നുകൊണ്ടിരിക്കും. പായസങ്ങളൊക്കെ കഴിപ്പിക്കുന്നത്, ഞാൻ പൊതുവെ മധുരം തീരെ കഴിക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പായസം ട്രൈ ചെയ്ത് നോക്കി. അതിൽ എനിക്ക് കടല പായസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 4 തരം പായസം എടുത്തതിന് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ ഈ 120 രൂപയ്ക്ക് മീൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പുറത്താണ് പൈസയ്ക്ക്. ആ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ 4 തരം പായസം, ഇത്രയും സാധനങ്ങൾ, ഇത്രയും കൂട്ടുകറി, അവിയൽ, ബീട്രൂട്ട് തോരൻ വരെ ഉണ്ട്. ബീട്രൂട്ട് തോരൻ, പിന്നെ നമ്മൾ പറയുന്ന ആദ്യം വയ്ക്കുന്ന പഴം, നമ്മുടെ ഉപ്പേരി, ചിപ്സ്, ഇതെല്ലാ ഐറ്റംസും, കംപ്ലീറ്റ് ഐറ്റംസും എല്ലാം വെച്ചിട്ട് ഇത്രയും കറികളും. ഇത് ആക്ച്വലി ഇവിടെ ബീട്രൂട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഏത് മീൽസിൽ അല്ലെങ്കിൽ സദ്യയിൽ ഈ സാധനം വെക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വേറെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കറി, ചേമ്പ് എൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, പിന്നെ ഉരുളക്കിഴങ്ങുണ്ടായിരുന്നു, എന്തൊക്കെയോ അവനൊരു തൈരിൻ്റെ ഒരു ഐറ്റം, ഒരു തൊടുകറി പോലൊരു സാധനം പച്ചടിക്ക് ഇച്ചിരി ഒരു കൂടെ വെച്ചു. അത് എന്താണെന്ന് എനിക്കറിയാം, ഞാൻ ഫസ്റ്റാണ് അത് കഴിക്കുന്നത്. ആ ഒരു തൈരിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. വൈറ്റ് കളറുള്ള ഒരു സാധനം, അത് കൊള്ളായിരുന്നു. അപ്പം ഇത് എത്രയും കൂടിയിട്ട് തരുന്നൊരു മീൽസ് നമ്മൾ അവിടെ പോയിരുന്ന് കഴിച്ച് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ, തൃപ്തിയാവും. അത് ഞാൻ ഉറപ്പ് വരുന്നു, എനിക്ക് തൃപ്തിയായി. അപ്പാർട്ട് ഫ്രം ഈ പറയുന്ന ചൂട്, ഈ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യം പറയാൻ നമുക്ക് തൃപ്തിയാവും. ഞാൻ കഴിച്ച സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു, തൃപ്തിയായി. പിന്നെ ഒരു പനീർ ദോശ, അവിടെ ഒരു സ്പെഷ്യൽ പനീർ എന്തോ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ദോശ ഓർഡർ ചെയ്തു. അതും ആക്ച്വലി വളരെ നല്ലതായിരുന്നു കേട്ടോ. ആ പനീറിൻ്റെ ക്വാണ്ടിറ്റി, അവരുടെ ആ ടേസ്റ്റും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ദോശ നല്ലതായിരുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ദോശ. നമ്മൾ ഒരു ദോശ കഴിച്ചതിന് 4 പീസായിട്ട് ഒരു കട്ട് ചെയ്ത് കൊണ്ടുതരും. അത് എബവ് എനിക്കൊന്ന് മീൽസിനേക്കാളും റേറ്റുള്ള സാധനം, 180-200 താഴെ ആ റേറ്റായി ആ സാധനത്തിന്. ഞാൻ ഒന്നിൻ്റെ റേറ്റ് ഓർത്തില്ല, എല്ലാം മറന്നുപോയി ഗൈസ്, ഐ ആം സോറി. ബട്ട് ഇൻ ബിറ്റ്വീൻ ഇതൊക്കെയാണ്. എങ്കിലും അതും നല്ല സാധനമായിരുന്നു കേട്ടോ. അവരുടെ ഫുഡിനെ മോശം പറയില്ല, നല്ല ഫുഡ്. ഇനി കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനി രാജയാണോ അതേ സ്വച്ച് പ്ലാസയാണോ പറഞ്ഞാൽ, നിങ്ങൾക്കൊരു സദ്യ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാജയിൽ പോയിട്ട് കാര്യമില്ല. ഒരു നോൺ വെജ് ഐറ്റംസ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന, വെജ് അല്ല, നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ, മീനൊക്കെ കൂട്ടിയൊരു നല്ല ഫുഡ് കഴിച്ച് വയറ് നിറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ചൂട് സഹിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോവാം. നല്ലതാണ്, നല്ല മീൻ കിട്ടും, ഫ്രഷ് മീനാണെന്ന് തോന്നുന്നു, നല്ല പക്ക മീൻ. ഒരുപാട് മീനിൽ വെറൈറ്റീസ് അവരുടെ കയ്യിലുണ്ട്. അതും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ കൊണ്ടുതരും. ഇപ്പം നമുക്ക് ചോറാണെങ്കിൽ 2 കടകളിലും ചോറൊക്കെ അൺലിമിറ്റഡ് കിട്ടും. ഇഷ്ടം പോലെ നമുക്ക് കറികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കാം. അങ്ങനെയൊന്നും പ്രശ്നമില്ല. 2 കൊടുക്കുന്ന പൈസയ്ക്ക് ഓത്താണ്, അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ പറയില്ല, ഒരു സദ്യ കഴിക്കണം എന്നുള്ള ഫീല് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മദേഴ്സ് സ്വച്ച് പ്ലാസ തന്നെ വരണം. 4 കൂട്ടം പായസം ഉൾപ്പെടെ നിങ്ങൾക്ക് കഴിക്കാം, പക്ക ഒരു കുഴപ്പമില്ല. കിടിലാണ്, നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു സദ്യ, ഒരു ഊണ് നിങ്ങൾക്ക് എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മദേഴ്സ് സ്വച്ച് പ്ലാസ ഓർഡർ എടുത്ത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. ഇനി നിങ്ങൾക്ക് അതല്ല, നല്ലൊരു നോൺ വെജ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള മീനിൻ്റെ അതൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാജ തൊട്ടവിടെ പറയാം. അതായത് 2 ഇതാണ് പ്രശ്നം, പോയി നിൽക്കണം, ഒരു ടോർച്ചർ ഉണ്ട്, അത് നമ്മൾ സഹിക്കേണ്ടി വരും. അത് തിരക്കിൻ്റെയാണ്, ബിസിനസ്സിൻ്റെയാണ്. പക്ഷേ അത് പരിഹരിക്കാൻ ഇവർക്ക് പറ്റുമെന്ന് വെച്ചാൽ ഇവർക്ക് പരിഹരിക്കാൻ പറ്റും. എനിക്ക് പേഴ്സണലി തോന്നിയപ്പോൾ ഇവർ ഈ മദേഴ്സ് സ്വച്ച് പ്ലാസയ്ക്കകത്ത് ഇവർക്ക് ഈ ഇത്രയും ഇതുള്ള ഒരു റെസ്റ്റോറൻറ്റിനകത്ത് ഇവർ ഈ അവിടെ വന്നിരിക്കുന്ന കസ്റ്റമറിനെ ഈ ടോർച്ചർ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഈ ചൂട് കൊടുക്കുന്നത് എന്തിനാണ്? രാജയിൽ പിന്നും പറയാം, അങ്ങനത്തെ ഒരു പഴയ കടയാണ്. ഓക്കെ, അപ്പോൾ അവർ ഫാനായിട്ട് അവർക്ക് അത്രയും ചെറിയ സ്പേസിലാണ് അവരത് ചെയ്യുന്നത്. സോ എങ്കിലും നമ്മളത് കണ്ടിൽ വെച്ചിരുന്നാൽ പോലും ഇവിടെ പക്ഷേ നല്ലൊരു റെസ്റ്റോറൻറ്റിനകത്ത്, AC റെസ്റ്റോറൻറ്റിനകത്ത് ഇവർ ഇത്രയും സെറ്റപ്പ് വലിയതും പുറത്തും താഴോട്ട് ചെയ്യുമ്പോൾ, ഈവൻ മുകളിൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. മുകളിൽ ഞാൻ കയറിയില്ല, ഞാൻ ജസ്റ്റ് കയറിയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഗ്ലാസ് ഒക്കെ ചെയ്തിട്ടുള്ള, അത് AC-യാണ്. പക്ഷെ താഴെ വരുമ്പോൾ അത് ഓപ്പൺ ഏരിയ ആയതുകൊണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു ഫാനെങ്കിലും വെക്കായിരുന്നു. ഭയങ്കര ചൂട്, ഇതിൻ്റെ വിയർത്തൊലിക്കുകയാണ്, നമ്മളിങ്ങനെ വിയർത്തൊലിച്ച് നമ്മൾ ഇരിക്കേണ്ടി വരും. സോ അതിനൊരു സൊല്യൂഷൻ അവർ കണ്ടെത്തിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. പിന്നെ സ്റ്റാഫുകളെല്ലാം, എല്ലാ സ്റ്റാഫുകളും ക്യാപ്പെല്ലാം വെച്ച് നല്ല ഹൈജീനൊക്കെ പ്രാക്ടീസ്, ചോറുന്ന ആളെങ്കിലും ഗ്ലൗസ് എല്ലാം ഇട്ട് വളരെ വൃത്തിയാണ് അവരെല്ലാം ചെയ്തേക്കുന്നത്. ക്ലീനിങ് സ്റ്റാഫുകളെല്ലാം പ്രോപ്പറായിട്ട് വന്ന് ക്ലീൻ ചെയ്ത് എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ മാൻ പവർ എല്ലാം പക്കയാണ്. ഞാൻ പറഞ്ഞാൽ ഒന്ന് ഓർഗനൈസ്ഡ് ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി, അതായത് ഈ ചോറിടുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഓർഗനൈസ്ഡ് ആയിരുന്നെങ്കിൽ, ഇത്രയും തിരക്കുള്ളത് കൊണ്ടായിരിക്കും മേ ബി അവർക്ക് അത് പറ്റാതെ പോകുന്നത്. പ്രോപ്പർലി അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റവും അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് അവരുടെ കയ്യിലുണ്ട്. നമുക്കത് കാണാൻ തന്നെ അറിയാം. അത്രയും സ്റ്റാഫുകളും അത്രയും മാൻ പവറും അത്രയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന് നമുക്ക് നിൽക്കുന്നതനുസരിച്ച് ഒരു പടപട കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സാധനം കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് അടിക്കാം. സോ ആസ് എ ഹോൾ ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ ഊണ് കഴിച്ചതിൽ നിന്നുള്ള. നിങ്ങൾക്ക് വേണമെങ്കിൽ
ഒന്ന് പോയി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്തിക്കോളൂ. നമുക്കൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അത് വരയ്ക്കും.